അപ്പം ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാട്ടോ ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. മടിയാരണാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഗപ്പാട്ട് ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോയും അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അത് കുഞ്ഞല്ല, അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഉള്ളൊരു പയ്യാനക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിൽ ഒരാഴ്ചയായിട്ട് നാഗപ്പാട്ട് ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മുടെ ചേച്ചീൻ്റെ മോള്, അതായത് ടിങ്കി, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരുപക്ഷെ ടിങ്കിനെ അറിയായിരിക്കും. അപ്പോൾ ടിങ്കി ഇപ്രാവശ്യം കളത്തിലിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടോ. അതിൻ്റെ മുന്നേ കണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുള്ള ഒരാളല്ല കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അമ്പലത്തിലെ ആളുകളൊക്കെ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ടിങ്കിനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നൊരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചടങ്ങിൽ അമ്മേനോടും അതുപോലെ വല്യമ്മനോടും ടിങ്കീൻ്റെ അമ്മേനോടൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് കേട്ടോ ആൾ പോകുന്നത്. അപ്പം ഇന്ന് കുട്ടീനെ വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ഉത്സവം കഴിയുന്നത് വരെ, അതായത് 7 ദിവസം ഈ മക്കൾ 3 പേരാട്ടോ കളത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും 7 ദിവസം അമ്പലത്തിൽ തന്നെയാണ് താമസിക്കുകയും ചെയ്യുക. ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ തന്നെ ആയിരിക്കിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ടിങ്കി ഇതുവരെ അങ്ങനെ എവിടേക്കും മാറി നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, ഒരു പരിചയമില്ല എന്നല്ല, എന്നാലും വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഞാനും ഏച്ചിയും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകുമ്പോൾ തന്നെ കണ്ട കാഴ്ച കണ്ടല്ലോ, അവർ ഫുൾ ഓണാണ് കേട്ടോ. മക്കൾ ഫുൾ 3 പേരും നല്ല ഹാപ്പിയാണ്. അവർ ഫുള്ള് മണ്ണിൽ കളിച്ച് അർമാദിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഈ വെള്ള ഉടുപ്പൊക്കെ ടിങ്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറുപ്പ് ഉടുപ്പാക്കിയിട്ടാട്ടോ തിരിച്ചു തന്നെ. അപ്പം ഉച്ചയൊക്കെ ആകുമ്പം എന്തായാലും ഫുഡൊക്കെ വാരി കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാനും ഏച്ചിയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ അമ്പലം എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടുള്ള ഒരു അമ്പലം കേട്ടോ. ഇഷ്ടംപോലെ തറകളൊക്കെ ഉള്ളൊരു അമ്പലമാണ്. ഉത്സവത്തിനൊക്കെ ഇഷ്ടംപോലെ തറകളുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പോൾ ഫുഡ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് പോയ ഞാനും ചേച്ചിയും ചമ്മിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർ മക്കളെല്ലാവരും കൂടി ആയപ്പം അവർ സെറ്റായി, അവരൊറ്റക്ക് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ അവർ താമസിക്കുന്ന റൂമിലേക്ക് നമ്മൾ പോയിട്ടോ. അവിടെ ഇരുന്ന് ഇവർ 3 പേരും എന്തോ ഗെയിമൊക്കെ കളിക്കുകയാണ്. അപ്പം അമ്പലവും ഈ വീടും തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ഞാനിപ്പം കാണിക്കാതാണ്. ഈ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അമ്പലവും വീടും തമ്മിൽ. ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ തന്നെ വീടാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ആയിരുന്നു ഈ മക്കളും അതുപോലെ തന്നെ ഈ നാഗപ്പാട്ടിന് വന്നിട്ടുള്ള പുള്ളുവന്മാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിലായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാനും ചേച്ചി വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ച് ഞങ്ങൾ ഒരു 7 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് വന്നത്. അപ്പോഴേക്കും ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കളം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇത്രയും നേരത്തെ വന്നുകൊണ്ട് തന്നെ ഈ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടോ. അപ്പം ഇതിൻ്റെ മുന്നേ ഇത് കണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നാഗപ്പാട്ട്. ഇതിൻ്റെ മുന്നേ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 2 കളം എങ്ങാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ഇത് ആദ്യമായിട്ട്, അതും ടിങ്കി ഇപ്രാവശ്യം ഇരിക്കുന്നതുകൊണ്ട് മാത്രമാട്ടോ കാണാൻ വേണ്ടി പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കളമൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കളം വരയ്ക്കുന്നതിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോവും. അവരെത്ര പെട്ടെന്നാണ് അത് നമ്മളിപ്പോൾ ഒരു ബുക്കിൽ വരയ്ക്കണേൽ പോലും സ്കെയിലും പെൻസിലൊക്കെ വെച്ച് മെഷർമെൻ്റൊക്കെ എടുത്തിട്ടൊക്കെ വരയ്ക്കുക. പക്ഷേ ഇത് കൈവച്ച് വരയ്ക്കുന്നത് കാണുമ്പോണ്ടല്ലോ വേറെ ലെവലാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ നാഗപ്പാട്ടിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. പിന്നെ ഇതിൽ ഈ കളത്തിലിരിക്കുന്ന കുട്ടികളെന്തോ 10 വയസ്സിന് താഴെയുള്ള കന്യകമാരാണ് ഇരിക്കുക, അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു കേട്ടു കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിപ്പോൾ കളങ്ങളൊക്കെ വരച്ച് സെറ്റാക്കുന്നുണ്ട്. ഇത് ശരിക്കും കളമൊക്കെ വരച്ച് കഴിഞ്ഞ് ശരിക്കും പാട്ട് തുടങ്ങണമെങ്കിൽ ഒരു 9 മണി 9:30 കറക്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് നേരത്തെ പോയിരുന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും നേരത്തെ പോയി മുൻനിരയിൽ തന്നെ ഞാൻ സീറ്റ് പിടിക്കലുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നാം. കാരണം ചെറിയൊരു പനിയൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് എഡിറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനിയും ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ മുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാട്ടോ ഇപ്പം ഇതിങ്ങനെ ഞാൻ ഇടുന്നത്. പുറത്താണ് നല്ല മഴയാണ്, ചിലപ്പം അതിൻ്റെ സൗണ്ടും കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളം ഉണർത്തുക അങ്ങനെ എന്തോ തോന്നുന്നുണ്ടോ പറയാം, കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ മുറം ഒഴിച്ചിൽ എന്നാണ് തോന്നുന്നു പറയുക.
നട്ടപ്പാതിരയ്ക്കും ഇവിടെ ഫുൾ ഓണായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചീൻ്റെ മടിയിൽ. നമ്മളെ ചെറിയ ആൾ ഫുൾ ഓണായിട്ട് ഇരിക്കുന്നുണ്ട്. ആൾക്ക് ഉറക്കമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഡേ ആൾ ഫുൾ സെറ്റായിട്ടാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരലമ്പും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ മക്കളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കുന്നതിനൊക്കെ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ കുളിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളുവന്മാരുടെ കൂട്ടത്തിലുള്ള ആ ഒരു അമ്മമ്മ ഉണ്ടല്ലോ, അവരാണ് ഇവരെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അവരത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊടാൻ പാടില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കാനുള്ളത്. എന്താ കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം ഇവരിങ്ങനെ മക്കളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അമ്പലത്തിൻ്റെ ആ ഒരു നടേൻ്റെ ഉള്ളിലാട്ടോ അവർ 3 പേരും ഇരിക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്കിപ്പായി വിട്ടുപോയൊരു കാര്യമാണ് തിരിയൊഴിച്ചിൽ എന്ന് പറഞ്ഞൊരു സംഭവം. അതെന്ന് പറഞ്ഞാൽ ഈ പുള്ളുവന്മാരുടെ കൂട്ടത്തിൽ തന്നെ പുള്ളുവക്കുടം വായിക്കുന്ന 3 പേരെ കണ്ടില്ലേ, പുള്ളുവക്കുടം എന്നാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം അതിലൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം അതിൽ ആ കുടം വായിക്കുന്നതിൽ ആദ്യം ഫസ്റ്റത്തെ ദിവസം തിരിയൊഴിച്ചിലുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ നടുവിലിരിക്കുന്ന ആ ഏട്ടനാട്ടോ. ആ ഏട്ടൻ അത് ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും പോയതേ ഇല്ല കേട്ടോ. കാരണം ഞാൻ അത് കണ്ട് ഇങ്ങനെ അമ്പരന്നിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഏട്ടൻ ആ തീ വെച്ചിട്ട് എന്തൊക്കെയോ കുറേ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം സെക്കൻഡ് ഡേ ആ ഏട്ടനായിരുന്നു. പക്ഷെ തേർഡ് ദിവസം ആയപ്പോഴത്തേക്കും പിന്നെ ആ ഏട്ടനാകെ പനി പിടിച്ച് സൈഡായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 3ാമത്തെ ദിവസം ആ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടി ഉണ്ടല്ലോ, അവനാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ തുടക്കക്കാരനായിരുന്നു, എന്നാലും അവനെ കൊണ്ട് പറ്റും പോലെയൊക്കെ അടിപൊളിയായിട്ട് തിരിയൊഴിച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തിരിയൊഴിച്ചിലിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു മൈൻഡ് അപ്പോൾ പോയില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണിത്. ഇതെന്താ പാൽക്കിണ്ടി എന്നാണ് തോന്നുന്നു പറയുക. അത് വെച്ചിട്ട് ആ മക്കളെ 3 പേരെയും കൂടി കളം ചുറ്റുന്ന ഒരു സംഭവം അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലെ ഓരോ ആളുകളുടെ ഓരോ മനുഷ്യന്മാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും ഞാൻ തെറ്റുകുറ്റങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. അപ്പം ഇതിലിപ്പം നെഗറ്റീവ് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞതിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ഷമിച്ച് തരണം എന്ന് ഞാൻ പറയുകയാണ്. ഇതിപ്പം പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ പാട്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ആ നടയിലിരുന്ന് ആടി തുടങ്ങും. അങ്ങനെ അവർ ആടി തുടങ്ങി കഴിഞ്ഞാലാട്ടോ പിന്നെ അവരെ കൊണ്ട് നമ്മൾ ഈ കളത്തിൽ ഇരുത്തുന്നതൊക്കെ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവേ വെളിച്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് വെളിച്ചപ്പാടുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഫോൺ മാറ്റി വെക്കും. എനിക്ക് കുറച്ച് പേടിയാണ്, കുറച്ചധികം പേടിയാണെന്ന് പറയാം. പിന്നെ ഫോണിങ്ങനെ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാനുള്ള മടി ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യമാണ്. പിന്നെ ചിലതൊക്കെ കണ്ട് നിൽക്കുമ്പം അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കണം എന്നുള്ള മൈൻഡ് പോവാറില്ല. അതുകൊണ്ടും കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇത്രയും കിട്ടിയത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാട്ടോ. ഫസ്റ്റ് ഡേ മാത്രമേ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് ഡേയും ഈ സെയിം നാഗക്കളം തന്നെയായിരുന്നു. അത് മക്കളെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവർ. ഇനിയിപ്പം മക്കളെ കൊണ്ടുവന്ന് കളത്തിലിരുത്താനുള്ള ചടങ്ങുകളാണ് തോന്നുന്നത് നോക്കുന്നത്.
ഇതിൽ ഈ ഫസ്റ്റ് ഡേ ഒന്നും ശരിക്കും പറഞ്ഞാൽ ടിങ്കിക്കും അതുപോലെ കൂടെയുള്ള ആ കുട്ടിക്കും വലിയതായിട്ട് അങ്ങനെ ആട്ടം എന്താ പറയുക ആടി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം അവർ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അവരുടെ കൂടെയുള്ള ആ ഒരു വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടി സെക്കൻഡ് ടൈം ആയിരിക്കുന്നത്. ആ കുട്ടി കഴിഞ്ഞ കൊല്ലം ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി കളത്തിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും അതിന് ആടി തുടങ്ങലുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ടിങ്കിക്കും അതുപോലെ തന്നെ ടിങ്കിൻ്റെ കൂടെയുള്ള ആ കുട്ടിക്കും വലിയൊരു ആട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം മുതൽ എല്ലാ മക്കളും നന്നായിട്ട് ആടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ശരിക്കും ഒരു നാഗപ്പാട്ടിൽ നടക്കുന്നത്. കുട്ടികൾ ഈ കളം മായ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഗുരുതി വെള്ളം ഫുള്ള് മേൽ ആക്കി കഴിഞ്ഞിട്ട് അവിടുത്തെ കുരുത്തോലകളൊക്കെ അങ്ങനെ വലിച്ച് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കേട്ടോ. ഇത് പിന്നെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. സെക്കൻഡ് ഡേ മുതൽ പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഈ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് തേർഡ് ഡേ ആയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ദിവസമായിരുന്നു കാര്യമായിട്ട് മക്കളൊക്കെ ആടി തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്നത്തെ ദിവസത്തെ കളത്തിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇത് സന്താനക്കളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കളമായിരുന്നു ഇത്. സാധാരണ 11:30-12 മണീൻ്റെ ഉള്ളിൽ കഴിയുന്ന പരിപാടി ഈ ദിവസം കഴിയാൻ വേണ്ടിയിട്ട് 2 മണി 2:30 അടുത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ ചെണ്ടയും അതുപോലെ തന്നെ താലപ്പൊലിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം വലിയൊരു കളം തന്നെയായിരുന്നു. പിന്നെ അന്നാണെങ്കിൽ കുറച്ചധികം വെളിച്ചപ്പാടുകളും കോമരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു. ഈ കളം കഴിഞ്ഞ് പിറ്റേന്ന് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല കേട്ടോ, കാരണം ചെറുതായിട്ടൊരു പനിയൊക്കെ പിടിച്ചു. അതുകൊണ്ട് തന്നെ 4ാമത്തെ ദിവസം ഞാൻ കാണാൻ വേണ്ടി പോയിട്ടില്ല. അതുമാത്രമല്ല, അന്നത്തെ ദിവസം ഫസ്റ്റ് റോയിൽ തന്നെ ഇരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് ഫുള്ള് ആ ഗുരുതി വെള്ളം ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ഫുള്ള് അലമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെയിലി കളം കാണാനുണ്ടാവുന്ന ആളുകളിലും ഇഷ്ടംപോലെ ആൾക്കാരും ഈ സന്താനക്കളത്തിൻ്റെ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് കുറേ പേര് കാണാനുണ്ടായിരുന്നു. അന്നാണെങ്കിൽ കളം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിയാൻ നല്ല ലേറ്റും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളമെഴുത്തും പാട്ടും നടത്തിയത് മേലാറ്റൂർ ബാലകൃഷ്ണൻ ആൻഡ് ടീം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അങ്ങനെ എവിടെയൊന്ന് വായിച്ചൊരു ഓർമ്മയുണ്ട്. അവരുടെ ആ ടീമിൻ്റെ ആയിരുന്നു കേട്ടോ ഈ കളമെഴുത്തും പാട്ടും. കളം എഴുതുന്നത് പ്രത്യേകം ഞാൻ പറയാം, അത് വേറെ ലെവലായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ. പിന്നെ അതിൽ ഈ 3 പുള്ളുവക്കുടം വായിക്കുന്ന ആളുകളുടെ പേര് എനിക്കറിയാം. ഒന്ന് ധനഞ്ജയ്, പിന്നൊന്ന് അദ്വൈത്, പിന്നൊന്ന് ശ്രീജു ആണോ ശ്രീജുലാണോ അങ്ങനെ എന്തോ എന്നാണ് കേട്ടോ. അപ്പം അവരായിട്ട് ഞാൻ ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവരെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ ഈ സന്താനക്കളത്തിൻ്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കും വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഫുൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഫസ്റ്റ് റോയിൽ തന്നെ ഇരുന്ന് ഫോണൊക്കെ വെച്ച് മടിയുണ്ടെങ്കിലും ഫോണൊക്കെ വെച്ച് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ, ഫുൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുൾ കോമരങ്ങളും പരിപാടികളൊക്കെ ആയി. എൻ്റെ കൈ ഏകദേശം വിറച്ചൊക്കെ തുടങ്ങി. പിന്നെ എന്നാലും വേണ്ടില്ല, പേടിച്ചിട്ടാണെങ്കിലും വീഡിയോ എടുക്കണം എന്നൊക്കെ വെച്ചാട്ടോ ഇരുന്നത്. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയി. പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ആടുന്നതും ഗുരുതി വെള്ളം തെറിപ്പിക്കുന്നതും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ അന്ന് ഈ കളം മായ്ക്കുന്ന അന്നായിരുന്നു കറക്റ്റായിട്ട് മക്കൾ 3 പേരും ആടി തുടങ്ങിയതും. 3 പേരല്ല 2 പേര്. ഫസ്റ്റ് ആൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഇരുന്ന ആളായതുകൊണ്ട് തന്നെ ആട്ടം ഫസ്റ്റ് കളത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി 2 പേരും ഈ കളത്തിലാണ് ശരിക്കും ആടി തുടങ്ങിയതെന്ന് എനിക്ക് തോന്നിയിട്ടോ. ഇനി ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം വീഡിയോ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം കോമരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഫുൾ എന്താ പറയുക, അതും 1-2 പേരൊന്നല്ല, ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായി, എൻ്റെ നെഞ്ചൊക്കെ പടപടായിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രണ്ട് റോയിൽ തന്നെ ആയതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് ഫ്രണ്ട് റോയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഫുൾ അലമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണിത്. ആ ദിവസം അതായത് 6ാമത്തെ ദിവസം 2 കളം ഉണ്ടായിരുന്നു, നാഗക്കളവും അതുപോലെ ഭൂതക്കളവും. അതിൽ നാഗക്കളം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ, അതുപോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കളം ഫുൾ മായ്ച്ച് കഴിഞ്ഞ് 2ാമത്തെ കളം വരയ്ക്കുന്ന പ്രോസസ്സാട്ടോ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭൂതക്കളമായിരുന്നു. അതിൽ പിന്നെ കുട്ടികളൊക്കെ സാധാ വേഷത്തിൽ തന്നെ മറ്റേ കുട്ടികൾക്ക് ആട്ടമൊന്നും ഇല്ല കേട്ടോ ഈ ഭൂതക്കളത്തിൽ. ഇതിൽ കാര്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഭൂതം ഉണ്ടാവും, ഭൂതത്തിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ഒരാളുണ്ടാകും. അയാൾ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്, ആചാരങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല പറയാൻ. അപ്പോൾ അതൊക്കെയായിരുന്നു. ഞാനിതിൽ കാര്യമായിട്ട് ഇവർ ഈ കളം വരയ്ക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇപ്പോഴേ ഞാൻ ഒരു കാര്യത്തിൽ സോറി പറയാം. കാരണം ഈ വീഡിയോക്ക് പ്രോപ്പർ ഒരു എൻഡിങ് ഇല്ല കേട്ടോ. കാരണം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പർ എൻഡിങ് ഇല്ല. പിന്നെ ഈ ലാസ്റ്റ് ഡേ അതായത് 6ാമത്തെ ദിവസം ഈ കളം വരയ്ക്കലും മായ്ക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും രാവിലെ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി 8 മണിക്ക് പോയി ഞങ്ങൾ 4 മണി വരെ ആ ഇരുത്തം ഇരിക്കുമ്പോൾ അറിയാമല്ലോ ഏകദേശം എന്താ പറയുക, ഊപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ത്രാണിയും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് ഇതാ കണ്ടോ, ഭൂതക്കളം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. എന്ത് രസം അത് കാണാൻ. ഇതിലെനിക്കൊന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഭൂതം വരുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിനൊരു പ്രോപ്പർ എൻഡിങ് ഇല്ല. അപ്പം ഈ വീഡിയോ അങ്ങനെ ഒരു എൻഡിങ് ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് കണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഞാൻ ഇപ്പോഴേ പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് കരിക്കടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സൺഡേ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല അത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പരിപാടി. 2:30 എന്തോ ആയിരുന്നു കരിക്കടി. കാണാൻ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആവുന്നില്ലായിരുന്നു കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഈ 6ാമത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ പനിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എന്താ പറയുക കരിക്കടി കാണാൻ പോകാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താണ് മക്കൾ ഈ ഉരലിലിട്ടിട്ട് ഈ കളത്തിലിരുന്ന മക്കൾ ഉരലിലിട്ടിട്ട് കരിക്ക് ഇടിച്ച് പൊളിക്കുക അങ്ങനെ എന്തോ ആണ് കേട്ടോ പരിപാടി. അപ്പോൾ അതെനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അപ്പം കണ്ടിട്ട് അവിടെ ഇവിടെയും അങ്ങനെ വലിയൊരു എന്താ പറയുക ക്ലാരിറ്റി ഉള്ള വീഡിയോ ഒന്നും അല്ലയെന്ന് എനിക്കറിയാം. എന്നാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെന്താ ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഒന്ന്.
അപ്പോൾ ഇവിടെ ഈ കൊട്ടും പാട്ടും കേട്ട് വന്ന ഭൂതത്തിന് ആദ്യം ഇവിടെ കിടക്കണൊരു ബോധമുണ്ട്. അവിടെ ഇരിക്കുക, ആ ബോധങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ കിടക്കണൊരു ബോധമുണ്ട്. അവിടെയാണ് കിടക്കുന്നത്. ഈ വന്ന ബോധമാണോ കിടക്കണ ബോധമാണോ വരുന്നത് ഒന്ന് പരിശോധിക്കുക. അത് വന്നതിന് കള്ളത്തിനറിയാം. അപ്പോൾ ഈ വന്ന ഭൂതത്തിന് കിടക്കണ ഭൂതം ഒരു സദ്യവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് കേൾക്കണ്ടേ? ഈ കളം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെള്ള അവിൻ്റെ ഉമി, വാഴപ്പഴത്തിൻ്റെ തോട്, കൊട്ടത്തേങ്ങയുടെ ചിരട്ട, ഇവയെല്ലാം കൂട്ടി സേവിക്കുക. പൊഞ്ചപ്പുറത്ത് പോവുക, തല കീഴായി നിൽക്കുക, മൂട്ടിന് 3 പന്തവും തുറയ്ക്കുക. സദ്യവട്ടം ഗംഭീരായോ? സന്തോഷമില്ലേ? എന്നാലേ ഈ വന്ന ബോധം നല്ല സുന്ദരമായ കളികൾ കളിക്കില്ലേ? ഇനി പറ്റുപോലെ വടക്ക് ഭാഗത്തുള്ളതായ അവലും മലരും ശർക്കര പഴം ആ പീഠത്തിന് മുകളിലായ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച താളം ഉണ്ട്. വെള്ളം മറക്കണ്ട. താലാടി അപ്പോൾ സന്തോഷമായി തട്ടുമഴയൊന്നും പിന്നാകിയോ പാലും കൊണ്ടുപോകാം. കൊട്ടിക്കലാശമുണ്ടെങ്കിൽ